VS അച്യുതാനന്ദൻ പോലും പറഞ്ഞിട്ടുണ്ട്, പ്രസംഗം ഞാനിങ്ങനെ നീട്ടിയും കുറുക്കിയും പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നാ പറഞ്ഞത്? അത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടല്ലേ? അച്യുതാനന്ദന്റെ പ്രസംഗത്തിന്റെ നീട്ടലും കുറുക്കലും അന്നത്തെ കാലത്ത് തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ എല്ലായിടത്തും മൈക്രോഫോണും അതും ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അതിങ്ങനെ നീട്ടിയും കുറുക്കിയും ആവർത്തിച്ചും പറഞ്ഞും ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ നേടാൻ KPSC പോലുള്ള നാടകവേദികൾ ഉണ്ടാക്കി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ് നാടകത്തിലൂടെ പാർട്ടിയെ വളർത്തിയവർ, പാട്ടിലൂടെ പാർട്ടിയെ വളർത്തിയവർ, പാട്ടിലൂടെ കർഷകൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കൊടുത്ത് പിൽക്കാലത്ത് വഞ്ചിച്ചു, അത് പോട്ടെ, ആ സ്വപ്നങ്ങൾ കൊടുത്തവർ, അങ്ങനെയൊക്കെ പാട്ടിനെയും നൃത്തത്തെയും കലയെയും സാംസ്കാരിക വേദിയൊക്കെ ഒക്കെ ഞങ്ങളുടെ മൊത്താവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്ന് 2 വരി പാട്ടങ്ങ് പാടാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ ചോദിക്കുക, ഇതെന്താ ഐഡിയ സ്റ്റാർ സിംഗർ ആണോ? ചില ആളുകൾ ഫേസ്ബുക്കിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വോഡാഫോണിന്റെ കോമഡി ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇന്നസെന്റിനെ നിങ്ങൾ 2ാമതും ചാലക്കുടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്? നമ്മുടെ ഷറഫുന്നീസ ചോദിച്ചതുപോലെ അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട സംശയം ജയരാജന വടകരയിൽ നിന്ന് മത്സരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അവിടെ പോയിട്ടും ചെയ്യുന്നെങ്കിൽ എന്താ നമ്മുടെ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടും, എന്തിനായാലും ഇത്ര അസ്വസ്ഥത? ആ കുട്ടിക്കൊരു കഴിവുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ പണിയെടുത്തിട്ട് എൻ്റെ വീട്ടിലെ എൻ്റെ ഉപ്പാടെ സാമ്പത്തിക ശേഷി